കേരളത്തിലെ ഏതൊരു ഗ്രാമത്തെയും പോലെ മനോഹരമാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി. കോട്ടയത്ത് നിന്നും 26 കിലോമീറ്റർ കഴിഞ്ഞാൽ ഏറ്റുമാനൂർ വൈക്കം റോഡിൽ കടുത്തുരുത്തി ടൗണായി. ജംഗ്ഷനിലുള്ള വലിയ അലങ്കാര ഗോപുരത്തിലൂടെ 150 മീറ്റർ കിഴക്കോട്ട് പോയാൽ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം. തിരുവാതിര ആറാട്ടായി വരുന്ന 10 ദിവസത്തെ തിരുവുത്സവത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കേരളത്തിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ 18 എണ്ണം തളി ക്ഷേത്രങ്ങളാണ്. അതിലുൾപ്പെട്ട പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുത്തുരുത്തി. കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിന് സമാനമാണ് ഇതെന്ന് പറയാമെങ്കിലും തുല്യം കൽപ്പിക്കുന്നത് ഏറ്റുമാനൂർ വൈക്കം മഹാദേവ ക്ഷേത്രങ്ങളോടൊപ്പമാണ്. അതിന് കാരണമുണ്ട്. കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം എന്നീ 3 ക്ഷേത്രങ്ങളും ഖരൻ എന്ന ശിവഭക്തനായ അസുരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ് പുരാണം. അതിൽ വലത്തെ കൈകൊണ്ട് വൈക്കത്തപ്പനെയും ഇടത്തെ കൈകൊണ്ട് ഏറ്റുമാനൂരപ്പനെയും പിന്നെ കഴുത്തിടുക്കിയോ കടിച്ചിരുത്തിയോ കൊണ്ട് തളിയിൽ തേവരെയും പ്രതിഷ്ഠിച്ചു അത്രേ. ഈ ക്ഷേത്രത്തിൽ ഈ 3 പ്രതിഷ്ഠകളുമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം തൊഴുവാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കടുത്തുരുത്തിയിൽ മാത്രം വന്നാൽ സായുജ്യമായി എന്ന വിശ്വാസവും നിലവിലുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണത്തെ ഉത്സവത്തിന് ഏറ്റുമാനൂരപ്പൻ, കടുത്തുരുത്തി തേവർ, വൈക്കത്തപ്പൻ എന്നിവരുടെ തിടമ്പുകൾ 3 ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പകൽപൂരം ഉണ്ടായിരുന്നു. വടക്കൻകൂർ രാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു കടുത്തുരുത്തി എന്ന ചരിത്രം. അക്കാലത്ത് 28 ദിവസത്തെ ഉത്സവം പതിവുണ്ടായിരുന്നു. പിന്നീട് ക്ഷേത്രം അഗ്നിക്കിരയാവുകയും ക്ഷേത്രകാര്യങ്ങൾ ക്ഷയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ വേണാട്ട് രാജാവ് ശ്രീമൂലം തിരുനാൾ ക്ഷേത്രം പുതുക്കിപ്പണിതു. മഹാറാണി സേതുലക്ഷ്മിഭായ് റീജൻ്റായിരുന്ന കാലത്ത് ഇന്നു കാണുന്ന രീതിയിൽ 10 ദിവസത്തെ ഉത്സവം ക്രമീകരിച്ചു. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടുത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കുന്നത്. മഹാദേവൻ്റെ തിരുനാളാണ് തിരുവാതിര. നെടുമംഗല്യത്തിനും നല്ല ഭർത്താവിനെ കിട്ടുവാനും സ്ത്രീകൾ ആർദ്രവ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര നാളിലാണല്ലോ. തമിഴ്നാട്ടിലെ ചിദംബര ക്ഷേത്രത്തിൽ ഇപ്പോഴും കൊണ്ടാടുന്ന മാർഗഴി തിരുവാതിര തന്നെ. ഒരുത്സാഹം തോന്നുന്നും ഇല്ലാതെല്ല ഒന്നീനും ഒരുത്സാഹം തോന്നുന്നും ഇല്ലാതെല്ല. തിരുവാതിരയെപ്പറ്റി പ്രചാരത്തിലുള്ള ഒരു കഥ ഇതാണ്. പാർവതിയുടെ കഠിന തപസ്സിൽ തൃപ്തനായ മഹാദേവൻ ദേവിയെ തൻ്റെ വധുവായി സ്വീകരിച്ചതും വിവാഹം കഴിച്ചതും ഒരു തിരുവാതിരയ്ക്കായിരുന്നു. അതുപോലെ പരമശിവൻ്റെ കോപാഗ്നിയിൽ ഭസ്മമായ കാമദേവൻ പിന്നീട് ഭഗവാന്റെ കാരുണ്യത്താൽ പുനർജനിച്ച് ഭാര്യയായ രതീദേവിയോട് ചേർന്നതും തിരുവാതിര നാളിലായിരുന്നു.
പണ്ടൊക്കെ പൂത്തിരുവാതിര, അതായത് വിവാഹം കഴിഞ്ഞെത്തുന്ന ആദ്യത്തെ തിരുവാതിരയ്ക്ക് വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാൾ തൊട്ട് ധനുമാസത്തിലെ തിരുവാതിര നാൾ വരെ വ്രതമെടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആതിര ഇന്നാളല്ലോ, ഭഗവാന്റെ തിരുനാളല്ലോ, തോഴിമാരെ പോരൂ നീരാടുവാൻ എന്നൊക്കെ പാടിക്കൊണ്ട് സ്ത്രീകൾ കുളത്തിൽ പോയി തുടിച്ചു കുളിക്കുകയും തളിർവെറ്റില മുറുക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുവാതിര ചടങ്ങുകൾ തിരുവാതിര കളിയായി മാത്രം ഒതുങ്ങിപ്പോയി. സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മത്സര ഇനമായതുകൊണ്ട് മാത്രം തിരുവാതിര കളി അന്യം നിൽക്കാതിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കടുത്തുരുത്തി തളിയിൽ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറിയത് ഡിസംബർ 18-ാം തീയതി ആയിരുന്നു. വർണ്ണാഭമായ എഴുന്നള്ളിപ്പുകളും ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കലാപരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു ഇത്തവണത്തെ തിരുവുത്സവം. കൊടി കയറി 10 നാൾ കഴിഞ്ഞാൽ കൊടിയിറക്കമായി. ഗോവിന്ദപുരത്തെ മരിച്ചിറയിലേക്കാണ് ഭഗവാൻ ആറാട്ടിനായി എഴുന്നള്ളുക. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉണ്ണുനീലി സന്ദേശം എന്ന മണിപ്പർവാള കൃതിയിലെ നായികയായ ഉണ്ണുനീലിയുടെ വീട് ഈ മലിച്ചിറയ്ക്ക് സമീപമുള്ള മുണ്ടയ്ക്കലായിരുന്നു. കടുത്തുരുത്തി തളിയിൽ ക്ഷേത്രത്തെക്കുറിച്ചും സമ്പൽ സമൃദ്ധമായ ഈ ഗ്രാമഭൂമിനെക്കുറിച്ചുമൊക്കെ ഈ കൃതിയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കടന്തേരിയാണ് ഈ കടുത്തുരുത്തി. ഈ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും ദേശപ്പെരുമയും ചേർത്ത് ഞാൻ തയ്യാറാക്കുന്ന മറ്റൊരു വീഡിയോയിൽ കടുത്തുരുത്തിയെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയാം. കടുത്തുരുത്തി ക്ഷേത്രോത്സവത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.